Good morning, friends. Have a fantastic day. Fantastic positive day. നമ്മളിപ്പം ലോകത്തിൻ്റെ മുമ്പിൽ തലയുയർത്തി പിടിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ദേശവും ദേശസ്നേഹമൊക്കെ വളരെ പ്രശസ്തമാണ്. ഒരു കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള ആളുകൾ ഒരേ ചിന്തയോടെ ഒരേ മനസ്സോടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇന്ത്യയുടെ രക്തത്തിൻ്റെ മേൽ കൈവച്ചവൻ്റെ മേൽ പ്രതികാര വാഞ്ചയോടെ ചിന്തിക്കുകയും ചെയ്ത നാളുകളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ. പ്രതികാരം നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എങ്കിൽ പോലും ആരോഗ്യമുള്ള ഒരു ജനതതി എന്നുള്ള നിലയിൽ നമ്മുടെ സ്ഥിര തിളയ്ക്കുമെന്നതായ സംശയമൊന്നുമില്ല. നമ്മൾ വേണ്ടത്ര നിയന്ത്രിച്ചു. 10-13 ദിവസം അവർക്ക് അവസരം കൊടുത്തു, ക്ഷമ പറഞ്ഞ് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അവർക്ക് അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പാലിക്കാൻ വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ നമ്മുടെ പിള്ളേർ ചെറിയൊരു കൊട്ട് കൊടുത്തു. വലിയ കൊട്ടൊന്നും കൊട്ടില്ല, ചെറിയ കൊട്ട് കൊടുത്തു. അത് ലോകരാജ്യങ്ങൾ മുഴുവൻ നാലാമതൊരു ലോകരാജ്യമായിട്ട് നമ്മളെ അംഗീകരിക്കാൻ ഇടയാവുകയും ചെയ്തു. അതിന് ഓർത്ത് നമുക്ക് സന്തോഷമുണ്ട്. ഒരേ സമയം പെടഞ്ഞു വീണ് മരിച്ച നമ്മുടെ പിള്ളേരെ ഓർത്ത് നമുക്ക് സങ്കടമുണ്ട്. ഓക്കെ, എനിക്കോ ഈ സന്ദർഭത്തിൽ നമ്മളെപ്പോഴും പറയും നമ്മുടെ കേരളം ഇന്ത്യക്ക് അഭിമാനമാണ്. നമ്മുടെ കേരളം സാമ്പത്തികമായി, സാംസ്കാരികമായി, ആരോഗ്യപരമായി, വിദ്യാഭ്യാസപരമായി എന്തിനാണ് പുറകെ നിൽക്കുന്നത്? ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ഡെവലപ്ഡ് സ്റ്റേറ്റ് അല്ലേ. കഴിഞ്ഞ ദിവസമേ എനിക്ക് വേണ്ടപ്പെട്ടൊരു പ്രിയപ്പെട്ടൊരു കുട്ടി വിദേശത്ത് പോയി, ഒരു വലിയ സമ്പന്ന രാജ്യത്താണ് പോയിരിക്കുന്നത്. അപ്പോൾ എന്നെ ഞാൻ വിളിച്ച് അങ്ങനെ സംസാരിക്കാനുള്ള ഫാമിലി. അതുകൊണ്ട് പറഞ്ഞു, അത് എനിക്കൊന്നും തോന്നുന്നില്ല. അതിന് ഒന്നും തോന്നാത്ത കേരളത്തിലെ അതേ സ്റ്റാൻഡേർഡ് എവിടെയുള്ളൂ. പിന്നെ സംസാരിക്കുമ്പം നമ്മൾ വലിയ പഠിത്തമുള്ള ആളായതേ, നമ്മുടെ സ്കൂളിലും കോളേജിലുമൊക്കെ എടുക്കുന്ന തൃഷ്ണയൊന്നും ഇവർക്കില്ല. ഇവർ വളരെ ഗൗരവമായി ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്ന ചില ചോദ്യങ്ങളും ഒക്കെ പറയുമ്പം അതിൻ്റെ ടോപ്പ് ടു ബോട്ടം പഠിച്ചാൽ നമ്മൾ നിൽക്കുന്നത്. അവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. നമ്മുടെ കേരളത്തെപ്പറ്റി നമ്മളെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ സംശയം, ഇത്ര ശരിയാണോ? അതെ, ഏറ്റവും കൂടുതൽ കേസുകളുള്ള എവിടെയാണ്? കേരളത്തിൽ. എന്തുകൊണ്ടാണ്? കേസ് കൊടുക്കാനുള്ള തൻ്റെ ഇടം ജനങ്ങൾക്കുമുണ്ട്, അത് സ്വീകരിക്കാനുള്ള പോലീസിങ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് മിസ്, അതുകൊണ്ടാണ് കേസ് കൂടുതൽ. അല്ല ഇവിടെ ക്രിമിനലുകൾ കൊണ്ടായിട്ടില്ല. മറ്റ് സ്റ്റേറ്റിലൊക്കെ കേസ് കൊടുക്കണമെങ്കിൽ തന്നെ സമ്പന്നനായിരിക്കണം, അല്ലെ അവൻ്റെ പിന്തുണ വേണം. ലോ ആൻഡ് ഓർഡറൊക്കെ ഇത്രയും കൃത്യമാണോ സംശയമുണ്ട്. പക്ഷേ ഇൻ കേരള അവൻ കുടിയിൽ കിടക്കുന്നവനാകട്ടെ, അവൻ ഏത് മതവിഭാഗത്തിൽ ജനിച്ചവനാകട്ടെ, അതാണ് ഒരിക്കൽ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാരനായ ഒരുവൻ സമൂഹത്തിലെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ തക്ക വിധം ത്രാണിയും ശക്തിയുള്ളവനാകുമ്പോഴാണ് ഒരു ഡെമോക്രസി അതിൻ്റെ പൂർണ്ണതയിലെത്തുക, ഒരു നാട് അതിൻ്റെ വികസനത്തിലെത്തുക എന്ന് പറയുന്നു. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്കത് പറ്റും. കേരളത്തിൽ ഇരുന്ന് മുഖ്യമന്ത്രിയെ തെറി പറയുമോ, മന്ത്രിമാരെ ചീത്ത പറയുകയൊക്കെ ചെയ്തിട്ട് സന്തോഷമായിട്ട് നടന്ന് വീട്ടിൽ പോകും. ആരും നിങ്ങളെ കൊങ്ങായിക്ക് പിടിക്കാൻ വരുന്നില്ല. അല്ല, പ്രതിപക്ഷ നേതാവിനെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹിഷ്ണുതയുണ്ട്, എഡ്യൂക്കേഷനുണ്ട്. തർക്കിച്ചും തമ്മിൽ തല്ലിയും ജീവിക്കാനുള്ള അല്ല ജീവിതം എന്നുള്ളൊരു ബോധ്യം, അത് പോരാടി നേടിയതാണ്. ചുമ്മാ വികസിച്ചല്ല. ഇവിടുത്തെ വികസനം ഒരു കെട്ടിപ്പൊക്കിയ വികസനമല്ല. അതുകൊണ്ടാണ് ആർക്കും തച്ചുടയ്ക്കാൻ കേരളത്തിൽ പറ്റത്തില്ല. ഏത് ഭരണം മാറി വന്നാലും ഇതിനൊരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ തകർക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. അതിനാണ് വികസനം എന്ന് പറയുന്നത്. അപ്പം ഈ വിദേശ രാജ്യത്ത് പോയ ആൾ പറയുന്നു, എനിക്കൊന്നും വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. ഈവൻ ലാംഗ്വേജ്, അവരൊക്കെ കുഞ്ഞിലെ LKG തൊട്ട് ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു വന്നുകൊണ്ട് ഇംഗ്ലീഷ് ആകട്ടെ, ഹിന്ദി ആകട്ടെ, മലയാളമാകട്ടെ, കന്നഡയാകട്ടെ, ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം അവരെ സുസജ്ജരാണ് അല്ലേ. അപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നി. എടാ, നമ്മളൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് വായിച്ചിട്ട് റിസർച്ച് നടത്തിയിട്ട് ഓരോ കാര്യം പറയുമ്പം ചായക്കടയിൽ ഇരിക്കുന്നവർ വളരെ സമയം കളയാൻ വേണ്ടി ഇതൊക്കെ ചുമ്മാ എന്ന് പറയുമ്പം ചില സന്ദർഭത്തിൽ നമുക്ക് കേൾക്കുമ്പം ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം ഒരു ആമ്പിൾ പ്രൂഫ് കിട്ടിയിരിക്കുക.
ഇവിടുന്ന് ചെന്നിട്ട് അനുഭവം, അവിടുത്തെ സിസ്റ്റം, നമ്മുടെ കൾച്ചർ, ഉപചാര വാക്കുകൾ എല്ലാം സെയിം. നമ്മൾ ഒരാളെ കണ്ടാൽ ഗുഡ് മോർണിംഗ് പറയണം, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ എന്നൊക്കെ പറയണം. അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അതൊരു ശീലമാണ് നമുക്ക് മലയാളികൾക്ക്. അതുപോലെയാണ് എല്ലാവർക്കും എല്ലായിടത്തും ഇപ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ശൈലിയായിട്ട് മുമ്പോട്ട് പോകാം. പിന്നെ ഈ വിദേശത്തൊക്കെ 4 വർഷം BSc നഴ്സിംഗ് ചേർന്നു, അല്ലെങ്കിൽ MB ഇങ്ങനെ ഓരോ കോഴ്സിന് ചേർന്നാൽ കഴിവും പ്രാപ്തിയുള്ളവർക്ക് കൂടുതൽ പെട്ടെന്ന് പാസ്സായി ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ കാനഡയിൽ നഴ്സിംഗ് പഠിച്ചിട്ട് 1.25 പറഞ്ഞത്. അവർ 4 വർഷം ചേർന്നിട്ട് 1.25 കഴിഞ്ഞപ്പോൾ തീർന്നു. പരീക്ഷയെല്ലാം കഴിഞ്ഞ് 2.25 വർഷമായപ്പോൾ അവൻ അവിടുത്തെ സ്റ്റാഫ് നേഴ്സായിട്ട് മാറി. അത് നമ്മുടെ ആ ഒരു എന്താ പറയുക, ഈ എഴുതി വച്ചിരിക്കുന്ന പോലെ അല്ലാതെ കഴിവും പ്രാപ്തിയുള്ളവർക്ക് കൂടുതൽ അഡ്വാൻസ്മെൻറ്റ് നൽകി അവർക്ക് കൂടുതൽ വേഗത്തിൽ അതൊക്കെ പൂർത്തിയാക്കാൻ തക്ക വിധം വിദ്യാഭ്യാസ മേഖലയെ ഒന്ന് ക്രമീകരിച്ച് തന്നാന്ന് തോന്നുന്നു. ക്വാളിറ്റി കുറയരുത്, അതിൻ്റെ ഒന്നും കുറയാനല്ല ഉദ്ദേശിച്ചത്. ചില ഒരു 100 കുട്ടികൾ, ഒരു 10 കുട്ടികൾ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. എക്സ്ട്രാ ഓർഡിനറി കുട്ടികൾക്ക് സാധാരണ കുട്ടികളോടൊപ്പം അല്ല അവർ പൊങ്ങി വരേണ്ട. അവർക്കൊരു ഇത് കൊടുക്കണം. അവരൊരു 4 years കോഴ്സ് 3 yearsന് തീരാൻ അവർക്ക് പറ്റുന്നെങ്കിൽ, അവർക്കതിന് കഴിയുമെങ്കിൽ, ഈ 4 വർഷവും പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന അതേ പരീക്ഷ അതെല്ലാം ടെസ്റ്റിലും ഒന്ന് തന്നെ, പക്ഷെ നേരത്തെ ഇട്ട് കൊടുക്കുന്നു. അവരെ പ്രൊമോട്ട് ചെയ്ത് പോകുന്നു. അവർ നല്ലൊരു അവാർഡ് കൊടുത്ത് അവരെ പുറത്തു വിടുന്നു. അവർ പോയി നാടിന് വേണ്ടി പണിയെടുക്കട്ടെ, നാട്ടിലോ അന്യനാട്ടിലോ ഒക്കെ. അപ്പം അത്തരത്തിൽ മറ്റ് വിദേശ രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ വിദ്യാഭ്യാസ മേഖലയിൽ നൂതനങ്ങളായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും വേഗത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പൊക്കെ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലും കൂടെ ഒന്ന് ചിന്തിക്കണം. അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന നിയമം 4 വർഷം, ഇതെങ്ങനെ മാറ്റും? അതിനാണ് വിദേശത്തൊക്കെ പോകുമ്പം കണ്ണും കാതും തുറന്നു വെച്ച് ഒന്ന് ശ്രദ്ധിക്കുക, എവിടെ അങ്ങനെയാണ്. നല്ലതിനെ നമുക്ക് എടുക്കാമല്ലോ. അപ്പം ഒരു കുട്ടി അല്ലെ 10 കുട്ടികൾ അവർ മികവ്, സാമാന്യേന അതിനൂതനമായ മികവ് കാണിക്കുന്നു എന്ന് ടീച്ചർമാർ പറയുമ്പോൾ അവരെ സ്ക്രീൻ ചെയ്യുക. അവർ കൂടുതൽ ടഫായിട്ടുള്ള പോർഷൻസ് കൊടുക്കുക, അതിൽ ടെസ്റ്റ്. അങ്ങനെ അവരെ കരിമേനെ കയറ്റിക്കൊണ്ട് വരുന്നത്. അതൊന്ന് പഠിച്ചാൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു ഭാരതീയനായതിൽ, എസ്പെഷ്യലി ഒരു കേരളീയനായതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ആ അഭിമാനം നമുക്ക് എല്ലാവർക്കും കൊണ്ടു നടക്കാം. 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇപ്പം നമ്മുടെ ഹരിതകർമ്മസേന കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് തന്നെ കൊടുക്കണം, കത്തിക്കരുത്. അതുപോലെ നമ്മൾ കാറിലൊക്കെ സഞ്ചരിക്കും, ഭക്ഷണം കഴിയുമ്പോൾ അതൊരു വഴിയിലിടരുത്. അതൊരു കൂടിലിട്ട് വെച്ചിട്ട്, ഗിയറിൽ വരെ ഒരു കൂടിട്ട് അതിനകത്ത് ഇട്ടിട്ട് വെച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ എടുത്ത് അത് സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ ഭക്ഷ്യാവശിഷ്ടങ്ങൾ പൈപ്പിലിട്ട് അടച്ചു വെക്കുക, വളമാകും. പ്ലാസ്റ്റിക് ഹരിതകർമ്മസേന കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ നാടിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തരും കഴിയണം. അത് നിങ്ങളുടെ വീടിനടുത്ത് തെരുവുണ്ടെങ്കിൽ ആ തെരുവിൽ ഒരു 2 ചെടി വെച്ചിട്ട് അതിന് ചൂടൊക്കെ ഇളക്കി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് 2-3 ചെടി അങ്ങനെ ഓരോരുത്തരും ചെയ്താലോ. നിങ്ങൾക്ക് ഒരു എൻ്റെ ചെടി എന്ന് പറയാൻ ചെടിയായി. എന്നാൽ സമൂഹത്തിനാകെ ഒരു വെളിച്ചമായി ആ പൂക്കളിങ്ങനെ നിൽക്കും അല്ലേ. അങ്ങനെ നമുക്ക് നമ്മുടെ നാടിനെ കൂടുതൽ സുന്ദരമാക്കാം, കൂടുതൽ സന്തോഷമുള്ളതാക്കാം. നമ്മുടെ ക്രയശേഷി, നമ്മളെല്ലാം വീട്ടിനകത്ത് അടച്ചിരുന്ന് ബോറടിച്ച് പ്രായമായി നമ്മൾ ആയുസ്സെത്താതെ മരിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് പുറത്തിറങ്ങി നടക്കാം, വർത്താനം പറയാം. ചെടിയൊക്കെ മുമ്പ് ചോദിക്കും, എടോ സൈമൺ എന്താടോ, അത് ഇന്നതാകട്ടെ എന്നടുത്ത് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അയാൾ പിടിച്ച് എനിക്കെന്താ അങ്ങനെ ചെയ്ത് നമ്മുടെ നാടൊരു സൂപ്പറായിട്ട് മാറും. പൂക്കൾ ധാരാളമുള്ള നാടായിട്ട് മാറണം. ഓക്കെ, സംസ്കാരത്തിനൊപ്പം വൃത്തിയും മെനയൊക്കെ വേണമല്ലോ. അതുപോലെ നമ്മുടെ നാട്ടിലാരും വന്ന് മൂക്കിൽ വിരൽ വെക്കരുത്. അങ്ങനെ കഴിഞ്ഞ ദിവസമേ ഒരു വീഡിയോ ഉണ്ട്, ഫിലാഡൽഫിയയിൽ, അമേരിക്കയിലാണ് ഇങ്ങനെ വേസ്റ്റ് കിടക്കുന്നത്. അത് എനിക്ക് ഭയങ്കര ചിരി വന്നുപോയി. ഞാൻ അമേരിക്ക ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഒരിടത്ത് ഒരു പീസ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇട്ടാൽ അപ്പം തന്നെ ഫൈൻ അടിച്ച് മൊബൈലേ വരും. അതാണ് സ്ഥിതി. അപ്പം അത് ശരിയാകത്തില്ല. നമ്മളിപ്പോൾ ആരെയും കുറ്റം പറയണ്ട, പക്ഷെ നമ്മുടെ നാടിനെ നമുക്കൊന്നുകൂടി വൃത്തി ഉള്ളതാക്കാം. കഴിഞ്ഞ
2-3 മാസം മുമ്പ് ഞാൻ കന്യാകുമാരി പോയപ്പോൾ അന്തം വിട്ടുപോയി. സാധാരണ പണ്ടൊക്കെ മദ്രാസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലീസുകാർ വലിയ വടിയായിട്ട് നിൽക്കുക. എന്താ ഈ കോളനിയിലൊക്കെ താമസിക്കുന്നവർ അവരുടെ പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ വേണ്ടി റോഡിലേക്ക് വരിക. റെയിൽവേ സ്റ്റേഷൻ്റെ വാതിലോ തെരുവൊന്നും അവർക്ക് പ്രശ്നമല്ല. അതിനുശേഷം മുനിസിപ്പാലിറ്റി വണ്ടി വന്ന് ക്ലീൻ ചെയ്താൽ മനുഷ്യർക്ക് റോഡിൽ നടക്കാൻ പാടില്ല. അതൊരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നിട്ട് വലിയ വടിയായിട്ട് തന്നെ ഇടിക്കാൻ വരുന്നതിൻ്റെ കുണ്ടിക്കിട്ട് അടിക്കും പോലീസ്, അടിച്ച് ഓട്ടിക്കുക. അവനെവിടെയെങ്കിലും പോയി ഇരിക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഇന്നെന്താ സ്ഥിതി? കന്യാകുമാരി ചെന്നപ്പം ഞാൻ പസഫിക് ഓഷനിൽ, അമേരിക്കയിലെ പസഫിക് ഓഷൻ്റെ സൈഡിൽ നിന്നപ്പം എങ്ങനെ വൃത്തിയുള്ളതായിരുന്നു അതുപോലെ കന്യാകുമാരിയിലെ കടലൊക്കെ കാണാൻ കഴിഞ്ഞു, കടൽ തീരം കാണാൻ കഴിഞ്ഞു. ഒത്തിരി സമയം അത് കോവളത്തിൽ നിന്നപ്പോഴും അവിടെ ഞങ്ങൾ ചെല്ലുന്നത് 4 ലക്ഷത്തോളം പേര് പങ്കെടുക്കുന്ന ഒരു ഇതെന്തല്ല എന്ന് പറയുന്നത്, സ്ത്രീകളെല്ലാം കൂടെ ഇങ്ങനെ ഒരു പ്രാർത്ഥനായജ്ഞമാണ്. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പോലും കോവളത്തിൽ നിന്നിട്ട് അധികം ഇല്ലായിരുന്നു പൊടിയും. എന്നാലും ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ നമുക്കതുകൂടെ ക്ലിയർ ചെയ്യാൻ പറ്റണം. നമ്മുടെ ഈ പൊങ്കാല ഉദ്ദേശിച്ച് 4 ലക്ഷത്തോളം പേര് വന്നിട്ട് പോലും അന്ന് വൈകിട്ട് ഞങ്ങൾ ചെല്ലുന്നത്. ഗുഡ് മോർണിംഗ്. അന്ന് വൈകിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്, തിരുവനന്തപുരത്തുണ്ടായിരുന്നു, കോവളത്തിൽ ചെല്ലുന്നത്. എന്നിട്ട് പോലും തുലവും കുറവായിരുന്നു മാലിന്യങ്ങൾ. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കൊക്കെ ഭാരിക്കളയാം. ഞാൻ തന്നെ 5-6 കൂടും കുപ്പിയൊക്കെ എടുത്ത് ബിന്നിലിട്ടു. നമ്മളും ചെയ്യണം. മറ്റൊരാളൊന്നും ചെയ്യുമെന്ന് വിചാരിക്കരുത്. ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത് ചെയ്യണം. അത് ചെയ്യുന്നത് കൊണ്ട് ഉള്ള ഗുണം നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളും ഭാര്യയൊക്കെ ഇത് കാണും. അവർ സ്വാഭാവികമായും ഇത് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ഒരു കഷ്ണം കണ്ട അമ്മയല്ല നമ്മളെടുത്ത് മാറ്റേണ്ട, അല്ലെങ്കിൽ ഒരു പൊടി കൊണ്ട് ചൂല് തൂത്തുക, അങ്ങനെ സെൽഫായിട്ടൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകണം. അത് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ വീട്ടിലുണ്ടായാലേ നാട്ടിലുണ്ടാകും, നാട്ടിലുണ്ടായാലേ സമൂഹത്തിലുണ്ടാകും, സമൂഹത്തിലുണ്ടായാലേ ഒരു രാഷ്ട്രത്തിലേക്ക് ഉണ്ടാകും. രാഷ്ട്ര പുനർനിർമ്മാണം അങ്ങനെ നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്കെല്ലാവർക്കും സർക്കാർ വളരെ നൂതനമായ കാര്യങ്ങൾ കൊണ്ടുവരുന്നു, അതിനോടൊപ്പം നിൽക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നല്ല അടിപൊളി ദിനം ആശംസിക്കുന്നു. ബി പോസിറ്റീവ്. പിന്നെ ഇറ്റ്സ് മീ സൈമൺ, അതിൽ പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഒരു സൈക്കോളജിക്കൽ കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റുകളുടെ മീറ്റിംഗ് കോൺഫറൻസിൽ പങ്കെടുക്കാനിടയായി. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രോഗ്രാം ഞാൻ ഇടുന്നുണ്ട്, വളരെ വാല്യുബിളാണ്. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ ദർശിക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ്സ് മീ സൈമൺ നമ്പർ കുറേ ചാനൽ വന്നിട്ടുണ്ട് നമ്മുടെ ഇതിനോടൊപ്പം അതേ പേരിൽ. അപ്പം ശ്രദ്ധിക്കാൻ എൻ്റെ ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ കയറണം. കയറി 1-2 പ്രാവശ്യം നിങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ കിട്ടും. കാരണം എൻ്റെ മോളൊക്കെ വിദേശത്ത് വിളിച്ചു, അവർക്ക് പോലും കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് എടുക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.